അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെയാണെന്നറിയോ? പറയാം. യെസ്, യു ആർ ഇൻ ദ വേൾഡ് ഹയസ്റ്റ് ഓർഗാനിക് ടീ ഗാർഡൻ. അടിപൊളി ഒരു കാഴ്ച, ഒരിക്കലും മിസ് ചെയ്യരുത്. സ്റ്റോണാണ്, ആ സ്റ്റോണിൻ്റെ ആ ഒരു ഫേസ് കാണോ. മലനിരകളും ടീ പ്ലാന്റേഷനും ഒക്കെ കണ്ട് ഈ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഒരു ജീപ്പിൽ നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ടിങ്ങനെ പോകണം. വണക്കം, ദിസ് ഇസ് ട്രാവ്കപ്പ്. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് സൂര്യനെല്ലിയിലാണ്. സൂര്യനെല്ലി വല്ലത് കൊളുക്കുമല ഒരു ജീപ്പ് ട്രക്കിംഗ് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. കൊളുക്കുമല സൺറൈസ് ഒക്കെ കാണാനുണ്ട്. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ എന്നോടൊപ്പം എൻ്റെ കുറച്ച് കൊളീഗ്സായ നവാസ്ജി ഉണ്ട്, മഹേഷ് ഉണ്ട്, ആനന്ദ് ഉണ്ട്, എബിനുണ്ട്. രാവിലെ ഇപ്പോൾ 3:30 സമയമാണ്. നല്ല തണുപ്പുണ്ട്. എത്രയുണ്ട് തണുപ്പ്? 14 ഡിഗ്രി അല്ലേ? 14 ഡിഗ്രിയാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു ഇങ്ങോട്ട് വന്ന ഡ്രൈവൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ സൂര്യനെല്ലി ടൗണിൽ ഒരു ചെറിയ ചായക്കടയാണ്. നല്ല അടിപൊളി കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ ജീപ്പ് ഡ്രൈവർ നമ്മൾ വിളിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, പുള്ളി വരും. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യണം. ഒരു അടിപൊളി സൺറൈസ് വീഡിയോ ആയിരിക്കും നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. മൂന്നാറിൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ ഇനി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ അതിന് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. സ്റ്റേ ട്യൂൺ. ട്രാവ്കപ്പ്. അപ്പോൾ രാവിലെ നമുക്ക് കൊളുക്കുമല ട്രക്കിംഗ് പോകാനുള്ള ജീപ്പ് വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും ജീപ്പിലോട്ട് കയറാണ്. നമ്മുടെ കൂടെ വരുന്നത് ബാല എന്ന് പറഞ്ഞ ചേട്ടനാണ്. ചേട്ടാ ഹായ്. അപ്പോൾ ചേട്ടനാണ് നമ്മളോട് ഇന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ സൺറൈസ് കാണാൻ വിട്ടാലോ? പോവാം. ലെറ്റ്സ് ഗോ. കയറിക്കോ. അപ്പോൾ നമ്മളിതാ പോകാനായിട്ട് യാത്ര ജീപ്പിൽ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരു 3:30-4 മണിക്ക് 4:30 നമ്മുടെ അവിടുത്തെ ചെക്ക് പോസ്റ്റുള്ള സ്ഥലമാണ് ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു ഫോം തന്നു. അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ജീപ്പിൽ നമ്മൾ പോകുന്നു. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ജീപ്പ് ട്രക്കിംഗ് കൊളുക്കുമല. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും. സ്റ്റേ ട്യൂൺ. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ യാത്ര വന്നു. ടിക്കറ്റ് 300 രൂപയാണ്. ഇവിടെ എൻട്രി ടിക്കറ്റ് 300 രൂപയാണ്. ജീപ്പിന് 2000 ആണ്. അപ്പോൾ ഡീറ്റെയിലൊക്കെ വന്നിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എൻട്രി ടിക്കറ്റ് 300 rupees അടച്ചിട്ട് നമ്മളിതാ കൊളുക്കുമല സഫാരി, ജീപ്പ് സഫാരിക്ക് പോവാണ്. അടിപൊളി ഒരു സൺറൈസ് കാണാൻ പറ്റുമെന്ന വിശ്വാസത്തോടെ പോകാനാണ്. പുറത്ത് നല്ല തണുപ്പുണ്ട്, നല്ല ചില്ലുന്നിരിക്കുകയാണ് ക്ലൈമറ്റ്. അപ്പോൾ എന്താ ജീപ്പുകളൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ആ കൊളുക്കുമല കാണാനായിട്ട്. അപ്പോൾ ഇവിടെ രാവിലെ 4:30 ഇവിടെ സ്റ്റാർട്ട് ആവുന്നത് കേട്ടോ ജീപ്പ് സഫാരി, ജീപ്പ് ട്രക്കിങ്. അപ്പോൾ നമ്മൾ കറക്റ്റ് 4:30 തന്നെ, നമ്മളൊരു 3:30 ഒക്കെ ആയപ്പോൾ ഇവിടെ എത്തി. കറക്റ്റ് നമ്മുടെ ജീപ്പിൻ്റെ ചേട്ടനൊക്കെ വന്നു. 4:30 ആയപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ടിക്കറ്റൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. ചേട്ടാ, ഇവിടെ നിന്ന് കൊളുക്കുമല എത്ര കിലോമീറ്റർ ഉണ്ടാവും? 13 കിലോമീറ്റർ അല്ലേ? ഇവിടെ നിന്ന് കൊളുക്കുമല വരെ 13 കിലോമീറ്ററാണ്. അതിൽ കിടുക്ക ഓഫ് റോഡൊക്കെ ഉണ്ട്. അപ്പോൾ സൂപ്പറായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓഫ് റോഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇവിടെ നിന്നാണ് മെയിൻ ഓഫ് റോഡ്. നമ്മുടെ കൊളുക്കുമലയിലേക്ക് പോകുന്ന ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യാണ്. പുലർച്ചെ ആയതുകൊണ്ടാണ് നമുക്ക് ഫുൾ ഇരുട്ടാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ആക്ച്വലി ഈ മഴ പെയ്തിട്ട് തെന്നി കിടക്കുകയാണ്. അപ്പോൾ കുറച്ച് തള്ളിയാലേ കയറത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ടീംസൊക്കെ അവിടെ തള്ളുന്നുണ്ട്. ടയറ് പിടിക്കാൻ ഇച്ചിരി പാടുണ്ട്. കണ്ട ഇത്ര എട്ടിക്ക് വഴിയാണ്. ഫുൾ പ്ലാന്റേഷൻസ് ഒക്കെയാണ്. വണ്ടി ഒന്ന് വഴി. അങ്ങനെ തള്ളിതാ കയറ്റിയിട്ടുണ്ട്. ആനന്ദേ പോലടാ, നമ്മളുണ്ടാ ആനന്ദേ. അപ്പോൾ നമ്മളിതാ ചോടി കയറുന്നു. ആക്ച്വലി വഴി ഭയങ്കര തെന്നലാണ്. മിക്ക പാറയൊക്കെ ഭയങ്കര സ്ലിപ്പറി ആയിട്ട് കിടക്കുന്നു. അപ്പോൾ ടയറ് പിടിച്ചു കയറാൻ പാടാണ്. ചില സ്ഥലങ്ങളിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ തള്ളിയാലേ പോകാൻ പറ്റൂ. പക്ഷെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അല്ലേ? അടിപൊളി. അഡ്വഞ്ചർ ആൻഡ് ഓഫ് റോഡിങ് അടിപൊളിയാട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ചെക്ക് പോസ്റ്റിൻ്റെ അവിടെയാണ്. വെൽക്കം ടു കൊളുക്കുമല ടീ എസ്റ്റേറ്റ് ഉണ്ടോ. ഇവിടെ സിംഗപ്പാറ എന്ന് പറഞ്ഞൊരു വലിയ പാറയൊക്കെ ഉണ്ട് കൊളുക്കുമല. നമ്മൾ ഒരുപാട് റീൽസിലാണ് കണ്ടിട്ടുള്ളതല്ലേ ഒരു സിംഗപ്പാറ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് സൺറൈസ് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ നിന്നാണ് സിംഗപ്പാറയിലേക്ക് പോകുന്നത്. അല്ലാതെ താഴെ ഒരു സ്ഥലമുണ്ട്, അവിടെ നിന്നും ഇറങ്ങിപ്പോകാം. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് നടന്നു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വെൽക്കം ടു കൊളുക്കുമല ടീ എസ്റ്റേറ്റ്. കണ്ടോ, കോട്ടക്കുടി പ്ലാന്റേഷനാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്കിനി ബാക്കി കൊളുക്കുമല മേളിൽ പീക്കിലൊക്കെ പോകാൻ. അതിന് നമ്മൾ സിംഗപ്പാറയുടെ അവിടെ പോയിട്ട് നമുക്ക് ആ ഒരു സൺറൈസ് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ? അപ്പോൾ അത് ആദ്യം പോയി കാണാം. അപ്പോൾ താഴെ ഇങ്ങനെ ഫുൾ ക്ലൗഡാണ്.
അതിൻ്റെയൊക്കെ പൊക്കത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അടിപൊളി ഒരു കാഴ്ച കേട്ടോ. നല്ല തണുത്ത കാറ്റും കൈയൊക്കെ ഇങ്ങനെ തണുപ്പടിച്ച് മരവിച്ചിട്ടുണ്ട്. കിട്ടില്ല ഫീലിങ്ങും കിട്ടില്ല വൈബുമാണ്. സൺറൈസിൻ്റെ ഗോൾഡൻ ഷവറൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇത് ഭംഗിയാണ് നോക്കിയേ. താഴെ ഫുള്ളിങ്ങനെ ക്ലൗഡ് നിറഞ്ഞു. ക്ലൗഡിൻ്റെ പൊക്കത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടെ പൊക്കത്തോട്ട് പോവാം. ഒരു രക്ഷയില്ലാത്ത മഞ്ഞും ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ഈ ഒരു ഭയങ്കര മഞ്ഞിങ്ങനെ കയറിയിട്ടുണ്ട് കണ്ടോ. മഞ്ഞിങ്ങനെ അടിച്ച് കയറുകയാണ്. നമുക്ക് ഒരു രക്ഷയില്ല. അടിപൊളി ഒരു കാഴ്ച. ഒരിക്കലും മിസ് ചെയ്യരുത് നമ്മളെ ഈ കൊളുക്കുമലയിലെ ഈ ഒരു സൺറൈസും ഈ ഒരു എക്സ്പീരിയൻസും. കാരണം നമ്മൾ മേഘത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്, അത്രയും ഹൈറ്റിലാണ്. മഞ്ഞിങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. നല്ല തണുപ്പാണ്. ഭയങ്കര രസം, ഭയങ്കര ഒരു ഫീലുമാണ്. കൈയൊക്കെ വിറച്ചിട്ട് വയ്യ, കൈയൊക്കെ മരവിച്ചു എന്ന് തന്നെ പറയാം. പക്ഷെ അടിപൊളി, ഒരു രക്ഷയില്ല. നല്ല കിടിലൻ. നോക്കിയേ എന്ത് രസമാണ് നോക്കിയേ കാണാൻ കണ്ടോ. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കൊളുക്കുമലയിൽ നിന്ന് കാണാൻ പറ്റുന്ന. അതിമനോഹരമായൊരു കാഴ്ചയാണ്. ഇങ്ങനെ മഞ്ഞ് പോകുന്നു, നമ്മുടെ മേഘം ഇങ്ങനെ കിടക്കുന്നു, നേരം വെളുത്ത് വരികയാണ്. മലകളൊക്കെ കണ്ടിങ്ങനെ മഞ്ഞിൽ മൂടി നിൽക്കുകയാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് താഴോട്ട് പോയി നോക്കാം. ഒരുപാട് ആൾക്കാർ സൺറൈസ് കാണാനായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് താഴോട്ട് പോയി നോക്കട്ടെ. അപ്പോൾ നമ്മുടെ കൊളുക്കുമലയിലെ മെയിൻ ഒരു സ്പോട്ടാണ് ഈ ഒരു സിംഹത്തിൻ്റെ ഫേസ് ഉള്ളത്. നമ്മൾ സിംഹത്തിൻ്റെയൊക്കെ ഫേസ് ഒക്കെ കാണുന്ന ഒരു സ്ഥലം ഇതാണ് ആ ഒരു പാറ. നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് ഫേമസ് ആയ ഒരു പാറ ഇതാണ്. അതിന് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന ക്യൂ ആണ് ഈ കാണുന്നത്. എല്ലാവരും ക്യൂ ആണ് ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പം ഇതാണ് ഒറ്റ മിനിറ്റ്. ഇതാണ് ഈ ഒരു ഫേസ്, നമ്മുടെ ഒരു ലയൻ്റെ ഒക്കെ ഫേസ് ഇതാണ്. അപ്പം ഇതെടുക്കാനാണ് ഇവിടെ ഇത്ര ആൾക്കാർ വെയിറ്റിംഗ് കണ്ടോ. പക്ഷെ ഇത് നല്ല രസമുള്ളൊരു സ്പോട്ടാണ്. ഭയങ്കര യൂണീക്കായിട്ടുള്ളൊരു സ്റ്റോണാണ്. ആ സ്റ്റോണിൻ്റെ ആ ഒരു ഫേസ് കണ്ടോ. ഒരു സിംഹത്തിൻ്റെ ഒരു ലെപ്പേർഡിൻ്റെ ഒക്കെ ഒരു ഫേസ് പോലെയാണ്. നമ്മളിവിടെ നിന്ന് അടിപൊളി സൺറൈസ് കണ്ടു. ആ ഒരു ലയൻ്റെ അല്ലെങ്കിൽ ലെപ്പേർഡിൻ്റെ ഫേസ് ഒക്കെ കണ്ടില്ലേ. ഇതൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഫുൾ മഞ്ഞ് മൂടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുമുണ്ട്. കംപ്ലീറ്റ് പെട്ടെന്ന് വന്നങ്ങ് മഞ്ഞ് മൂടിയിരിക്കുകയാണ് കണ്ടോ. അപ്പോൾ നമുക്കിനി തിരിച്ചു പോവാം. അപ്പോൾ ഈ സൈഡൊക്കെ നല്ല മഞ്ഞിങ്ങനെ കയറുകയാണ്. ഇപ്പുറത്തെ നല്ല മഞ്ഞായി. നമ്മുടെ ഈ ഒരു ടീ പ്ലാന്റേഷൻ ഏരിയയ്ക്ക് ഇപ്പോൾ കംപ്ലീറ്റ് മഞ്ഞത്ത് മൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തിരിച്ച് നമ്മുടെ കൊളുക്കുമല ടീ എസ്റ്റേറ്റിൻ്റെ അങ്ങോട്ടൊക്കെ ഒന്ന് പോകാം. ഈ സൈഡ് കണ്ടോ കംപ്ലീറ്റ് ആ ഒരു സൺറൈസൊക്കെ നമുക്ക് അടിപൊളിയായി കാണാൻ പറ്റി. ആ ഒരു പീക്ക് മാത്രമേ ഇപ്പോൾ ഉണ്ട്. കംപ്ലീറ്റ് മഞ്ഞ് മൂടി, മേഘമായിട്ടങ്ങ് മൂടി. അപ്പോൾ അത്ര അടിപൊളി ഒരു വ്യൂ ആയിരുന്നു. ഒരു കിടിലൻ വിഷ്വൽ ബ്യൂട്ടി ആയിരുന്നു കേട്ടോ. നല്ല കിടിലൻ കാഴ്ചയായിരുന്നു കേട്ടോ ഇവിടെ നിന്നപ്പോൾ. ഒരു രക്ഷയില്ലാത്ത കാഴ്ച. ഇതൊരു ബ്യൂട്ടി ഉണ്ടോ. സൂപ്പർ അല്ലേ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ആജി? പോളിയല്ല, ഒന്നും പറയില്ല. കിടിലൻ വ്യൂ എന്ന് വെച്ചാൽ കിടിലൻ വ്യൂ. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ സൺറൈസ് കാണണമെങ്കിൽ ദാ ഇവിടെ കൊളുക്കുമല വരിക. അപ്പോൾ ഇനി നമുക്ക് കൊളുക്കുമല ടീ എസ്റ്റേറ്റും ഒക്കെ ഒന്ന് പോയി കാണാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളിത് ആ ഒരു പീക്കിൻ്റെ അവിടെയാണ് പോയി കണ്ടത്. നമ്മൾ ആ ഒരു സിംഗപ്പാറയ്ക്കില്ല, ആ ഒരു ലെപ്പേർഡിൻ്റെ ഫേസ് ഒക്കെ ഉള്ള അവിടെ പോയിട്ട് തിരിച്ച് നമ്മൾ വന്നു. ഇവിടെയൊക്കെ നല്ല ഭംഗിയുള്ള പ്ലാന്റേഷൻസ് ആണ്. നമ്മൾ വന്ന വഴി ഇതാണ്. ജീപ്പൊക്കെ നിറഞ്ഞു. ഇനി നമുക്ക് വന്ന വഴി കുറച്ചുകൂടെ കാണാൻ പറ്റും. നമുക്കിനി അങ്ങോട്ടാണ് പോകാനുള്ളത്. മെയിൻ കൊളുക്കുമല ടീ എസ്റ്റേറ്റിൻ്റെ അങ്ങോട്ടാണ് പോകാനുള്ളത്. അവിടെ നിന്ന് ടീ എസ്റ്റേറ്റ് ഫാക്ടറി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണാം. പിന്നെ ചായപ്പൊടി മേടിക്കുക, നല്ല അടിപൊളി ചായപ്പൊടി കിട്ടും. അതൊക്കെ ഒന്ന് മേടിക്കാം. ഒരുപാട് ജീപ്പുകൾ ഇപ്പോൾ വഴിയിൽ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഈ വഴി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. കാരണം നേരം നല്ല വെളുത്തിട്ടുണ്ട്. അടിപൊളി ഒരു പീക്കാണ്. നല്ല ഭംഗിയുള്ള പ്രദേശം, നല്ല പച്ചപ്പിൽ ഫുൾ തേയില തോട്ടങ്ങളാണ് കണ്ടോ. പിന്നെ അതിൻ്റെ മുന്നിൽ ഇങ്ങനെ ക്ലൗഡ് ബെഡാണ്. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് കേട്ടോ. ഇത് ഒരിക്കലും
മിസ് ചെയ്യരുത്. അപ്പോൾ നമുക്കിനി നമ്മുടെ കൊളുക്കുമല ടീ എസ്റ്റേറ്റിൻ്റെ അവിടെ പോയി ചായപ്പൊടിയൊക്കെ വാങ്ങിക്കാം. ഫാക്ടറി ഉണ്ടെങ്കിൽ അവിടേക്ക് ഒന്ന് കയറി എല്ലാം ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. കൊളുക്കുമല എപ്പോഴും വല്ലാത്തൊരു അനുഭവം തന്നെയാണ് എനിക്ക്. ഞാൻ മുന്നേ വന്നിട്ടുണ്ട്, എൻ്റെ ചാനലിൽ കണ്ടാൽ അറിയാമായിരിക്കും. കൊളുക്കുമല മുമ്പത്തെ വീഡിയോയിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുമ്പോഴും ഓരോ പ്രാവശ്യം വരുമ്പോഴും എനിക്ക് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എപ്പോഴും. ഇപ്പോഴാണ് ഞാൻ ആ സിംഗ പറയാൻ എപ്പോഴും ഫേസൊക്കെ കാണുന്നത് തന്നെ. ഞാൻ ലാസ്റ്റ് ടൈം വരുമ്പോഴൊക്കെ എനിക്ക് 6 മണിക്കൊക്കെ ആയിരുന്നു സൺറൈസ്. ബട്ട് ഇപ്പോൾ കുറച്ചുകൂടെ ലേറ്റായി, 6:30 ഒക്കെ ആയി. ബട്ട് ഈ ഒരു ടൈമിൽ വന്നപ്പോഴും ഭയങ്കര രസമായിരുന്നു. കാഴ്ചകളും നല്ല തണുത്തൊരു കാറ്റും പ്രത്യേക ഒരു വൈബാണ്. ഈ എസ്റ്റേറ്റ് കാണാനായിട്ട് ഫ്രണ്ടിലോട്ട് വീണ്ടും കൊളുക്കുമല ടീ എസ്റ്റേറ്റും ടീ പ്ലാന്റേഷനൊക്കെ കാണാനായിട്ട് പോവാണ്. നല്ല ഭംഗിയുള്ള കംപ്ലീറ്റ് ടീ പ്ലാന്റേഷനും പച്ചപ്പും ഒക്കെയാണ്. നല്ല രസമാണ് കാണാനായിട്ട്. അടിപൊളി ഒരു യാത്രയാണ് കേട്ടോ. നമ്മൾ ഈ ജീപ്പിൽ ഇങ്ങനെ കൊളുക്കുമലയുടെ ആ ഒരു മലനിരകളും ടീ പ്ലാന്റേഷനൊക്കെ കണ്ട് ഈ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഒരു ജീപ്പിൽ നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ടിങ്ങനെ പോകണം. നല്ല അടിപൊളി കാഴ്ചയും നല്ല അടിപൊളി രസമാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ വൈബാണ്. അടിപൊളിയാട്ടോ. നല്ല കിടുക്കൻ യാത്രയാണ് നമ്മുടെ കൊളുക്കുമല ജീപ്പ് സഫാരി അല്ല, ഈ ജീപ്പ് ട്രെക്കിങ്. നമ്മുടെ ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ജീപ്പിൽ കട്ട ഓഫ് റോഡൊക്കെ ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ ക്ലൗഡ് ബെഡും മലനിരകളും സൺറൈസും ഒക്കെ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് നമ്മളിങ്ങനെ കണ്ടുപോകുന്നത്. അപ്പോൾ താഴെ ഒരു ടീ എസ്റ്റേറ്റും ഒരു ടീ ഫാക്ടറിയൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ അത് കാണാനായിട്ടാണ് പോകുന്നത് കേട്ടോ. അവിടെ ഒരു ടീ ഫാക്ടറി ഉണ്ട്. അവിടെ നമുക്ക് കൊളുക്കുമല ടീ ഒക്കെ കിട്ടും. അപ്പോൾ അതവിടെ കൗണ്ടർ ഓപ്പൺ ആണെങ്കിൽ അതൊക്കെ മേടിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെയാണെന്നറിയോ? പറയാം. യെസ്, യു ആർ ഇൻ ദ വേൾഡ് ഹയസ്റ്റ് ഓർഗാനിക് ടീ ഗാർഡൻ. കണ്ടോ, യു ആർ ഇൻ ദ വേൾഡ് ഹയസ്റ്റ് ടീ ഗാർഡൻ. ഇതാണ് ആ ഒരു ടീ ഫാക്ടറി. ഇവിടെ നമുക്ക് ടീ മേടിക്കാൻ കിട്ടുന്ന ഒരു ഔട്ട്ലെറ്റുമാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ദ വേൾഡ് ഹയസ്റ്റ് ഓർഗാനിക് ടീ ഗാർഡനിലാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ. നമുക്ക് ഇവിടുന്ന് കട്ടൻ ചായ കുടിക്കാം, പിന്നെ തേയില മേടിക്കാം. ഇതാണ് ഫാക്ടറി ഒന്ന് പോയി കാണാം. അപ്പോൾ ഇതാണ് കൊളുക്കുമല ടീ എസ്റ്റേറ്റിൻ്റെ കോട്ടക്കുടി പ്ലാന്റേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് അവരുടെ ഒരു ടീ ഫാക്ടറി. ഇതാണ്. ഇതിപ്പോൾ വർക്കിംഗ് ആണ് കേട്ടോ. വർക്കിംഗ് ആയ ടീ ഫാക്ടറിയാണ്. നമുക്കിതിനകത്ത് കയറി വേണമെങ്കിൽ കാണാം. ബട്ട് ഇപ്പോൾ മെഷീൻസ് ഒന്നും പ്രവർത്തനമല്ല, അതുകൊണ്ടാണ് കയറാനായിട്ട് എനിക്ക് തോന്നുന്നു എൻട്രി അവിടെ ഒരു നമ്മൾ ടീ കുടിക്കുന്ന സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തുനിന്നാണ് ടിക്കറ്റ് മേടിച്ച് കയറേണ്ടത്. ഇപ്പോൾ ഫുള്ളും ടീ പ്ലാന്റേഷൻ്റെ ഇടയ്ക്കൊരു അടിപൊളി ടീ ഫാക്ടറി, അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് കൊളുക്കുമല ടീ ഫാക്ടറി. നല്ല സ്ഥലം അല്ലേ. പണ്ട് ടീ ഒക്കെ കൊണ്ടുവരുന്ന വണ്ടിയാണ് ഈ കാണുന്നത്. നമുക്ക് ടീ പ്ലാന്റേഷൻ്റെ ഇതുവഴി നമുക്കൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ അത് കാണാനായിട്ടാണ് പോകുന്നത്. നൈസ്. നമ്മളൊരു ടീ പ്ലാന്റേഷൻ്റെ ഇടയിൽ കൂടെയൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു വ്യൂ പോയിന്റ് കാണാനായിട്ടാണ് പോകുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരുപാട് ജീപ്പ് നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്ത്, അതായത് മറ്റേ ആ ഒരു ലെപ്പേർഡിൻ്റെ ഷേപ്പുള്ള ആ ഒരു കല്ലിൻ്റെ അവിടേക്ക് ഉണ്ടായത്. പക്ഷേ ഇങ്ങോട്ട് ആരും വന്നിട്ടില്ല. എനിക്കൊന്ന് അറിവിടാത്തതുകൊണ്ടാണോ എന്ന് അറിയില്ല. പക്ഷേ ഇതും നമ്മൾ കൊളുക്കുമല വരണമെങ്കിൽ ഇത് മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ടീ ഫാക്ടറി. കാര്യം ബ്രിട്ടീഷുകാരൊക്കെ പണിത ഫാക്ടറിയാണ്. ആ മെഷീൻസൊക്കെ അത്രയും പഴക്കമുള്ള മെഷീൻസൊക്കെയാണ്. എന്തായാലും നമുക്ക് ഇവിടുത്തെ ഒരു ആ വ്യൂ പോയിന്റ് കൊണ്ടൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ നടന്നൊരു അടിപൊളി വ്യൂ പോയിന്റിലേക്ക് വന്നേക്കാണ്. നല്ലൊരു വ്യൂ പോയിന്റ് ആട്ടോ. ഫുൾ മലനിരകളൊക്കെ കാണാൻ പറ്റുന്ന നല്ലൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. കൊള്ളാം അല്ലേ. അപ്പോൾ ഇവിടെ വന്നാൽ ഇത് മിസ്സാക്കരുത്, ഇത് വന്ന് കാണുക. നമ്മുടെ ടീ ഫാക്ടറിയുടെ അടുത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിവിടെ നല്ല ഗാർഡൻ ഫ്രഷ് കൊളുക്കുമല ടീ ഇവിടെ കിട്ടും. അത് മേടിക്കാനായിട്ട് പോവാണ്. നല്ല ഫ്രഷ് കൊളുക്കുമല ടീ കിട്ടും. പിന്നെ ബ്ലാക്ക് ടീ കിട്ടും. നമുക്ക് ബ്ലാക്ക് ടീ കുടിക്കാം. അതോടൊപ്പം ഇവിടെ ഒരു സെയിലും ഉണ്ട്, അതായത് നമ്മുടെ ടീ പ്ലാന്റേഷൻ സെയിലും ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ വേൾഡ് ഹയസ്റ്റ് ടീ പ്ലാന്റേഷൻ ആണ്. അതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട്. കൊളുക്കുമല ടീ ഹാസ് ബീൻ ദ വിന്നർ ഓഫ് ഗോൾഡൻ ലീഫ് അവാർഡ് ഗിവൺ ബൈ UPASI. കണ്ടോ, അങ്ങനെ അവാർഡൊക്കെ കിട്ടുകയാണ് ഈ കൊളുക്കുമല ലീഫിന്.
അപ്പോൾ ഇവിടെ നമുക്ക് അടിപൊളിയൊരു കട്ടൻ ചായ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമുക്ക് ഇത് കിട്ടുന്നത്, നമ്മുടെ ടീ മേടിക്കാനായിട്ട് ഇവിടെ കിട്ടും. അപ്പോൾ അത് നമുക്ക് മേടിക്കാം. നല്ല ഉഗ്രൻ ടീ ആട്ടോ, നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടീയുടെ റേറ്റ് ഇവിടെ ഉണ്ട്. കൊളുക്കുമല ഓർഗാനിക് ടീ അവൈലബിൾ ഹിയർ. FOP 250 gram 200 രൂപ, സ്പെഷ്യൽ ബ്ലെൻഡ് 190, സ്പെഷ്യൽ ബ്ലെൻഡ് 500 gram 350. ഇവിടെ ഗൂഗിൾ പേ ഒക്കെ എടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കട്ടൻ ചായ പറഞ്ഞിട്ടുണ്ട്. അടിപൊളി ഒരു കട്ടൻ ചായ ആദ്യം എന്തായാലും നമുക്ക് കുടിക്കാം. അപ്പോൾ നല്ല അടിപൊളി കട്ടൻ ചായ അതാ ഈ തേയിലത്തോട്ടത്തിലേക്ക് നോക്കി കുടിക്കുകയാണ്. സൂപ്പർ കട്ടൻ ചായ കേട്ടോ. നമ്മുടെ ടീംസും എല്ലാം കുടിക്കുന്നുണ്ട്. ഇവിടെ എങ്ങനെയുണ്ട് കട്ടൻ ചായ? എങ്ങനെയുണ്ട്? വേൾഡ് ഹയസ്റ്റ് ഓർഗാനിക് ടീ പ്ലാന്റേഷൻ്റെ ആണ്, വേൾഡ് ഹയസ്റ്റ് എലിവേഷൻ ടീ പ്ലാന്റേഷൻ്റെ ചായയാണ് ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി കട്ടൻ ചായ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് ടീ മേടിക്കുന്നത്. അപ്പോൾ 2 ടൈപ്പ് ടീ ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ സ്പെഷ്യൽ ബ്ലെൻഡും ഉണ്ട്. സ്പെഷ്യൽ ബ്ലെൻഡ് ഇത് ചായ. ഓക്കെ, ഇത് ചായയുടെ ആണ് 500 ഗ്രാമും. ഇത് പാൽ ചായ അല്ലേ? ഇത് പാൽ ചായയും ഇത് കട്ടൻ ചായയാണ്. അപ്പോൾ നമ്മൾ കട്ടൻ ചായ കുടിച്ചപ്പോൾ അത് ഇഷ്ടപ്പെട്ടു, അങ്ങനെ കട്ടൻ ചായയുടെയാണ് മേടിക്കുന്നത്. ഓക്കെ, അത് മേടിക്കാം. ഇതെല്ലാം 1/2 കിലോ 1/4 കിലോ? ശരി, 1/4 കിലോ പോകും. അപ്പോൾ നമ്മൾ 1/4 കിലോയുടെ 5 പാക്കറ്റ് നമുക്ക് എല്ലാവർക്കും മേടിച്ചിട്ടുണ്ട്. നല്ല ടീ ആണ്, ഞാൻ മുമ്പ് ഇവിടെ ഒന്ന് കുടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ടീ ആണ്. കാരണം അത്രയും ഹയസ്റ്റ് എലിവേഷൻ പീക്കിലാണ് ഈ ഒരു ടീ ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സ്വാദും ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ടീ മേടിക്കാം. അപ്പം നമുക്ക് വേണ്ടിയിട്ടുള്ള തേയില മേടിച്ചിട്ടുണ്ട്. കട്ടൻ ചായയുടെ തേയിലയാണ്. അപ്പോൾ ഇവിടെ നിന്നപ്പോഴാണ് നമുക്ക് ചേഞ്ച് തരാൻ ബാക്കിയില്ല, ഒരു 50 രൂപ. അപ്പോൾ നമ്മൾ ചോദിച്ചു, അപ്പോൾ പുള്ളി ഇങ്ങോട്ട് ലെമൺ ടീ ഉണ്ടെന്ന്. അപ്പം നമ്മളിവിടെ ആക്ച്വലി ഡിസ്കസ് ചെയ്തുള്ളൂ അല്ലേടാ, ലെമൺ ടീയും കൂടെ കുടിച്ചാൽ എങ്ങനെ ഇരിക്കും ഈ ഒരു അടിപൊളി തേയിലയിൽ. അപ്പോൾ നമ്മൾ ലെമൺ ടീം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ കുടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകാം. ടീ എസ്റ്റേറ്റ് ഒക്കെ കണ്ടിട്ട് ആ ഒരു ടീ ഫാക്ടറിയിൽ നിന്ന് അടിപൊളി ടീ ഒക്കെ കുടിച്ചു. നല്ല അടിപൊളി കട്ടൻ ചായ, കുറച്ച് ടീ മേടിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ച് കൊളുക്കുമലയുടെ ഭംഗിയെ കണ്ട് തിരിച്ചു പോകണം. അപ്പോഴാണ് ഞങ്ങളെ ബാക്കിലേക്ക് കണ്ടോ ഫുള്ള് കോട കൊണ്ട് ഞങ്ങളെ അങ്ങ് മൂടി. അപ്പോൾ വല്ലാത്തൊരു ഭംഗി തന്നെയായിരുന്നു കേട്ടോ. അത് ഫുൾ കോട കൊണ്ട് മൂടിയിരിക്കുകയാണ് ആ ടീ പ്ലാന്റേഷനൊക്കെ. നമ്മൾ പോയി ആ ടീ ഫാക്ടറിയൊക്കെ കണ്ടോ, ഇപ്പം കോടയാൽ മുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കോട മൂടി നമ്മുടെ പുറകിൽ നിന്ന് വരികയാണ്. നമ്മൾ അതിൽ നിന്നും എസ്കേപ്പായി പോവാണ്. പക്ഷെ വല്ലാത്തൊരു കിടുക്കം ഭംഗിയാണ് കേട്ടോ. നമ്മുടെ പുറകിൽ കണ്ടോ കോട ഇങ്ങനെ അടിച്ചു വരികയാണ്. ആ ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വന്ന ആ വഴിയൊക്കെയാണ് ആ ഒരു ടീ ഫാക്ടറിയൊക്കെ ഇപ്പോൾ ഭയങ്കര കോടയാൽ അങ്ങ് മൂടിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയും കോട ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. സമയം ഇപ്പോൾ 9 മണിയാണ്, രാവിലെ 9 മണി സമയമാണ് നിങ്ങൾ കാണുന്നത് കണ്ടോ. ആ ഒരു തേയിലത്തോട്ടം എല്ലാം കോടയാൽ മൂടി, ഫുൾ കോടമഞ്ഞാണ്. ഇത് രസമല്ലേ, കോടമഞ്ഞും പച്ചപ്പും നല്ല മലയോരങ്ങളും ഒക്കെ ആയിട്ട് വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഈ കൊളുക്കുമല. അപ്പോൾ ഒരു അടിപൊളി കൊലുക്കുമല ട്രക്കിങ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് താഴെ എത്തി. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നല്ലേ? അടിപൊളിയായിരുന്നു. അപ്പൊ കിട്ടുന്ന ഒരു ട്രക്കിംഗ് ആയിരുന്നു. അപ്പൊ ഈ ഒരു ട്രക്കിംഗ് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ജീപ്പ് ഈ സൂര്യനെല്ലി ടൗണിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ പോയ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം, ആവശ്യമുള്ളവർക്ക് ഇത് നോട്ട് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഈ ഒരു ട്രക്കിങ്ങിൻ്റെ വീഡിയോ, കൊളുക്കുമല സൺറൈസ് ട്രക്കിങ്ങിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇഫ് യു ആർ നോട്ട് സബ്സ്ക്രൈബ് ചാനൽ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ ടു നോട്ടിഫിക്കേഷൻ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഇസ് Travcup. Bye.